1994 വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലത്തിന് ശേഷം കുവൈറ്റിലേക്ക് ജോലി തേടിപ്പോയ അബ്ദുള്ള തന്റെ മകൾ 15 വയസ്സ് പൂർത്തിയാക്കിയ തന്റെ മകൾ നജീമയെ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴും അബ്ദുള്ള കുവൈറ്റിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കുകയാണെന്നുള്ള വിശ്വാസത്തിൽ ഇവിടെ ജീവിക്കുകയാണ് മലപ്പുറം സ്വദേശിയായ അദ്ദേഹത്തിന്റെ ഭാര്യ നഫീസ. കൂടുതൽ എന്താണ് നഫീസയ്ക്ക് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. മലപ്പുറത്തെ വീട് തിരൂര് താന്നാളൂര്. വീടൊന്നുമില്ല എനിക്ക്. 16 കൊല്ലായി. ഉപ്പല്ല, അമ്മ ഉണ്ടായിരുന്നു. എനിക്ക് ആകെ തണലായിട്ടുണ്ടായിരുന്നു. എന്റെ ഉമ്മയായിരുന്നു. ആ ഉമ്മ മരിച്ചിപ്പോ 8 മാസമായി. വാടക വീട്ടിലെ വീടുണ്ടായിരുന്ന വിറ്റിട്ടാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച അന്ന് മുതലിച്ചിട്ട് ഞാൻ വീട്ടുജോലി എടുത്ത് വാടക കൊടുത്ത് ജീവിക്കുകയായിരുന്നു. പോയിട്ട് യാതൊരു വിവരം എനിക്കില്ല. ഇല്ല, യാതൊരു വീട്ടുകാർക്ക് വിവരമുണ്ട്. അവരെ വീട് കാസർഗോഡ് ഉദുമയിലാണ്. കല്യാണം കഴിച്ചു കൊടുത്ത എന്റെ ആങ്ങളുടെ ഇതിലാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. ആങ്ങളോട് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്കതിന് ബാധ്യത എന്നെ കെട്ടിച്ചു വിട്ടപ്പം കഴിഞ്ഞു പോയി. ഇനി എനിക്ക് അങ്ങനൊക്കെ ബുദ്ധിമുട്ടാണ്, നിന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കടലിൽ തള്ളിക്കോ, എല്ലാം ഞാനത് സാധ്യതല്ലാന്ന് പറഞ്ഞ് ആങ്ങള് പറഞ്ഞു. ഇല്ല, കുട്ടി കൊണ്ടുപോയിട്ടൊന്നുമില്ല. ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. കാസർഗോഡ് ഉണ്ടെന്ന് അറിയോ? നമ്പറോ എന്തെങ്കിലും അന്വേഷണോ സഹോദരനെ അറിയോ? അയാള് അവര് തമ്മിൽ കാണുന്നുണ്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല. ഇല്ല, ആങ്ങളെ പൊന്നാനിയിലാണ്. അങ്ങനെയുള്ളതാണ്. പക്ഷെ അതുള്ള അവിടെ വരുന്നുണ്ട്. അവരെ വീട്ടില് വേറെ ഭാര്യമാരും ഉണ്ട് എന്നാണ് ഇപ്പൊ ഞാൻ അറിഞ്ഞത്. ഭാര്യ 2 ഭാര്യമാരുണ്ട് എന്നാണ് ഞാൻ കഴിഞ്ഞ മുന്നത്തെ മാസം ഞാൻ ഇതേപോലെ അവിടെ നാട്ടില് തേടി പോയി. കുഞ്ഞിങ്ങനെ അപേക്ഷപ്പെട്ട് ഇങ്ങനെ കരഞ്ഞപ്പോ കുഞ്ഞിന് തന്നല്ലേ. അപ്പൊ നാട്ടുകാർ പറഞ്ഞപ്പോ ഞാൻ പോയപ്പോ ആ നാട്ടിലുള്ളവരോട് പറഞ്ഞിരിക്കണ് എന്നെ കുഞ്ഞിനെ അങ്ങോട്ട് അടുപ്പിക്കരുതെന്നും, അങ്ങനത്തെ ഒരു കുഞ്ഞ് അയാൾക്കില്ല, ഞാൻ അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞു ചെല്ലുകയാണെന്നും. ഇപ്പൊ ഞാന് നിരപരാധി. എനിക്ക് ആകത്താണ്. എന്റെ ഉമ്മ ഉണ്ടായിരുന്നു, ഉമ്മയില്ല, വാടക കൊടുക്കാൻ കഴിവില്ലാത്ത രംഗത്തിൽ ഞാൻ ജീവൻ ഒടുക്കാൻ വേണ്ടി നിന്നെടുത്ത് ഒരു ക്വാർട്ടേഴ്സിൽ എന്നെ പോലെ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സിൽ അവരാണ് എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എന്റെ കുഞ്ഞിനെ 10ാം ക്ലാസ് പൂർത്തിയായ കുഞ്ഞിനെ ഇല്ല, വീട്ടിൽ പോയാൽ വീടൊക്കെ അവര് പൂട്ടിട്ടിരിക്കണം. അവര് വേറെ ഭാര്യമാര് അവരവരെ ഭാര്യമാരെ വീട്ടിലാണ്. എനിക്ക് അയാൾക്ക് ഉമ്മ ഇപ്പൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. ജ്യേഷ്ഠനുണ്ട്, പെങ്ങളുണ്ട്, എല്ലാവരും പറഞ്ഞു. ആരും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഞാൻ സംസാരിച്ചു. ജ്യേഷ്ഠന് ഫോൺ എടുക്കണില്ല. ജ്യേഷ്ഠൻ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനിയൻ കല്യാണം കഴിച്ചിട്ട് അനിയന്റെ കാര്യം ഞങ്ങൾ ഇടപെടൂല എന്ന് പറഞ്ഞിരിക്കണെന്ന്. ഞങ്ങളായിട്ട് മുഖതാവിൽ സംസാരിക്കാൻ ഇട തരുന്നില്ല. കുവൈത്തിലാണെന്നാണ്. ഇല്ല, ഞങ്ങള് കണ്ടില്ല. അതെ, ഞങ്ങളെ നാട്ടിലുള്ളവർ ഈ സ്ഥലത്തായിട്ട് കാണുന്നില്ല. 6 മാസത്തോളം ഞങ്ങൾ തമാമിൽ ജീവിച്ചിട്ടില്ല. ഞങ്ങൾ 10-29 ദിവസം ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടാവും. 6 മാസം നാട്ടിൽ നിന്നെങ്കിലും 12-20 ദിവസം കൂടുമ്പോ എന്നോട് ഒളിച്ചു വരലാണ് വീട്ടിൽ വന്നിരുന്നത്. വീട്ടിൽ ഉമ്മ ഒറ്റക്കൊള്ളു എന്ന് പറഞ്ഞിട്ടാവും. അങ്ങനെ 10-29 ദിവസം എന്റെ അടുത്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ ആ പോക്ക് എന്നെ നിന്നും പിരിഞ്ഞു പോയതാ. നിങ്ങളെ സഹോദരനെ കുറിച്ച് സാമാന്യ ബോധം ഉണ്ടായിരുന്നില്ലേ? അത് ഒരു വഞ്ചനയിൽ കൂടെയാണ് എന്റെ ആങ്ങളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതെന്ന് എനിക്കിപ്പൊ തന്നെ വിശ്വാസമാണ്. എന്നോ വിശ്വാസമായി. ഈ കൈക്കുഞ്ഞായി എന്റെ ഉപ്പ മരിച്ചിട്ട് 11 വർഷമായി. ഇപ്പൊ ഉമ്മ മരിച്ചിട്ട് 8 മാസം കഴിഞ്ഞ് 9ാമത്തെ മാസമാണ്. ഇടിക്കാൻ വീടും ഇല്ല, എത്തിയന്ത്രില്ല. ഞാൻ എന്റെ കുഞ്ഞും മരണത്തിനും എല്ലടിച്ച് എല്ലാവരും ഉമ്മയും മരിച്ചപ്പോ എനിക്ക് നടുവിന് ഡിസ്കിന് കംപ്ലൈന്റ് ആയിട്ട് ഇപ്പൊ ഞാൻ ബെൽറ്റൊക്കെ ഇട്ടിട്ട് മിഞ്ഞാനം കൊണ്ട് ഇഞ്ചക്ഷൻ അടിച്ച് വന്നതാണ്. ഈ കുഞ്ഞിനെ SLC ഇപ്പം കട്ടാക്കി SLC കൊല്ലം കഴിഞ്ഞതാണ്. കുഞ്ഞിനെ വിട്ടിട്ടില്ല. ഞങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള കഴിവില്ല, വിട്ടിട്ടില്ല. ഇപ്പൊ എന്റെ സങ്കടം കണ്ടിട്ട് ഒരു കൂട്ടരനെ പിടിച്ച് ആ കുട്ടി കോട്ടേഴ്സ് താമസിക്കുന്ന അവള് നിങ്ങൾ എവിടേക്കും പോകണ്ട, ഞങ്ങളെ കൂടുതൽ നിങ്ങൾ നിന്നോന്ന് പറഞ്ഞ് ഞാനും എന്റെ കുഞ്ഞും അവരെ കൂടുതൽ ഇപ്പൊ ജീവിക്കണം. എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും അയാളൊന്ന് ചെയ്തു മാത്രം എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പഠിപ്പിച്ചാലും വേണ്ടില്ല, എനിക്ക് അയാളെ കൊണ്ട് കഴിയുന്ന. അയാളിപ്പോ ഈ ഒരു വാക്ക് കേട്ടപ്പോ അവള് ഒരുപാട് കണ്ണീര് കുടിക്കുന്നു. എല്ലാ മക്കളും ഉപ്പണ്ട് എന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. എനിക്ക് യാതൊരു ഉപ്പുണ്ടായിട്ട് ഉപ്പാന്റെ സ്നേഹം, ഉപ്പാന്റെ ആൾക്കാരുടെ സ്നേഹം എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു വിധി വന്നെന്നുണ്ട്. എന്നും അവളെ കരച്ചില് ഞാൻ കാണുകയാണ്. ഞാൻ ഈ കോലായത് എന്റെ കുഞ്ഞിന്റെ വിഷമവും ഈ ഒരു ഭർത്താവിനും വേണ്ടി കാത്തിരിപ്പ്.
എനിക്ക് നിന്റെ ജീവിതത്തിന് ഞാൻ മരിക്കുന്ന വിളിച്ചിട്ടേ ഇല്ല. ഞാൻ മരിക്കുന്നതിനുള്ളൂ എന്റെ കുഞ്ഞൊരു സ്വസ്ഥതയിൽ ജീവിക്കുന്ന കണ്ടിട്ടെങ്കിലും അവളെ തന്ത വന്ന് കണ്ടിട്ടെങ്കിലും എനിക്ക് ജീവിക്കാൻ മരിച്ചാൽ മാത്രം മതി എനിക്കൊരാഗ്രഹം. അയാൾക്ക് മറ്റുള്ള മക്കളെ കൂടുതൽ അയാൾ ജീവിക്കുന്നുണ്ട് വരുന്നുണ്ട് എന്ന് ഞാൻ അറിയുമ്പോ എത്ര ആയാലും ഒരു സങ്കടം ഈ കാലം വരെ ഞാൻ സഹിച്ചു. കുവൈറ്റിലെ പ്രവാസ ലോകം പ്രവർത്തകരോടാണ് അബ്ദുള്ള ഇപ്പൊ ഈ പറഞ്ഞ ആളാണ് അബ്ദുള്ള. ഞാൻ ഇപ്പൊ അയാളെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നല്ല. കാരണം ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ചെല്ലുക, ഒളിച്ച് ചെല്ലുക, കല്യാണം നിക്കാഹ് വഹിച്ചു കൊടുക്കാൻ നമ്മളെ ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ സഹോദരനും അതിൽ അത്ര മോശമില്ലാത്തൊരു പങ്ക് വഹിച്ചു എന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത്. ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ നമ്മളെ ഈ സഹോദരിമാരുടെ ഇത്തരത്തില് നിരാലംബരായ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളിൽ ചെന്ന് ഒരു കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് വിവാഹം കഴിപ്പിക്കുക, 10-25 ദിവസം നിൽക്കുക, എന്നിട്ട് അവരെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുക, എന്നിട്ട് അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുക. ഇദ്ദേഹം കുവൈത്തിൽ പോയിട്ട് വീണ്ടും നാട്ടിലൊക്കെ വന്ന് 1-2 ഭാര്യമാരൊക്കെ ആയിട്ട് ഇത് ചെയ്യുക. ഇതൊന്നും സമ്മതിച്ച് കൊടുക്കാൻ പാടില്ല എന്നാണ് ഈ മുസ്ലിം സമുദായത്തിനോട് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങളെ നാട്ടില് ഇപ്പൊ കാസർഗോഡൊക്കെ ഉള്ള ഒട്ടേറെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്. ഇത്തരത്തിലുള്ള അനീതി കാണിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാതിരിക്കുക? ഏത് ദീനില്ല അത് പറഞ്ഞിട്ടുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അബ്ദുള്ളയുടെ പോലത്തെ ആളുകളെ നമ്മൾ വെറുതെ വിടണോ? അബ്ദുള്ളയുടെ പോലത്തെ ആളുകളെ സമുദായം തന്നെ ചോദ്യം ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. അത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതിന് സമുദായം വളർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സമുദായത്തിലുള്ള ചെറുപ്പക്കാര്, ബുദ്ധിജീവികള്, പണ്ഡിതന്മാര്, ഇത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ നഫീസയുടെ പോലെയുള്ള നിരാലംബരായ സ്ത്രീകളുടെ പ്രശ്നത്തിൽ ഇടപെടേണ്ടത്. നമ്മൾ വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറയുമല്ലോ, വലിയ വലിയ വയലുകൾ നടത്തുമല്ലോ, അവിടൊന്നും കാര്യമില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ശക്തിയും ധാർമ്മികതയും നമുക്കുണ്ടാവുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്. പ്രവാസ ലോകം പ്രവർത്തകര്, അതുപോലെ തന്നെ കുവൈറ്റിലുള്ള എല്ലാ സംഘടനകളോടും എനിക്ക് പറയാനുണ്ട്, അബ്ദുള്ളയെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ പെൺകുട്ടി വിദ്യാഭ്യാസം നിർത്തിയിരിക്കുക, താമസിക്കാൻ സ്ഥലമില്ല, അന്യരുടെ ദയാവായ്പിലാണ് ഈ പെൺകുട്ടിയും ഉമ്മയും താമസിക്കുന്നത്, നഫീസയും താമസിക്കുന്നത്. നഫീസയാണെങ്കിൽ രോഗിയാണ്. ഇതൊക്കെ ഇങ്ങനെ 10-16 കൊല്ലമായിട്ട് ഈ സ്ത്രീ ഇത് അനുഭവിക്കുക. എന്നിട്ട് അവരെ വീട്ടിൽ ചെന്നപ്പോ അങ്ങോട്ട് കേറ്റണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു എന്നാ പറയുന്നത്. നിയമവുമില്ല, വകുപ്പുമില്ല, ഒന്നുമില്ല. ഇയാൾ എവിടെയാണെന്ന് ആൾക്കറിയാം. 16 വർഷമായിട്ട് അവർക്കൊരു വിവരമില്ല. ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അബ്ദുള്ളയെ കണ്ടെത്തുന്ന പ്രവാസ ലോകം പ്രവർത്തകര്, പ്രേക്ഷകര്, മനുഷ്യസ്നേഹികള് എല്ലാം തന്നെ അബ്ദുള്ളയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ കുടുംബത്തെ സഹായിക്കാനുള്ള അയാളുടെ നിയമപരമായ ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം, ദീനിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കും അബ്ദുള്ള എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വം എല്ലാം അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അപ്പൊ ആ ഉത്തരവാദിത്വം അബ്ദുള്ളയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രവാസ ലോകം അതിപ്പോ ചെയ്യാണ്. അബ്ദുള്ളയെ കണ്ടെത്തുന്നവര് തീർച്ചയായും ഈ കുടുംബത്തെ വിവരം അറിയിക്കണം. ഞങ്ങൾ അതിന്റെ ടെലിഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ കുടുംബത്തെ സഹായിക്കാൻ കഴിയുന്നവർ, അവരെ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തിരുവൂര് ഭാഗത്തുള്ള ഒട്ടേറെ സമ്പന്നരായിട്ടുള്ള വലിയ മനുഷ്യരുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പെൺകുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ അതിനെങ്കിലും നഫീസയുടെ ഗതി വരാതിരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക്. 10ാം ക്ലാസ് പാസ്സായിട്ട് നിൽക്കുന്ന പെൺകുട്ടിയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അവരുടെ ഒരു ബാങ്ക് അക്കൗണ്ടോ എന്തെങ്കിലും അയച്ചു തരാം. ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എന്തെങ്കിലും സഹായം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ മകളെ പഠിപ്പിക്കാൻ തയ്യാറാവണം. ഇപ്പൊ അവള് ജോലി ആയിട്ടിരിക്കാം, ഇതിന് പഠിക്കാൻ, എംബ്രോയിഡിംഗ് വർക്കിന് പഠിക്കാൻ പോയി എന്നെ നോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നോക്കാം. നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നോക്കാം. എന്റെ ജീവിതം വിചാരിച്ചിട്ട് എന്റെ കുഞ്ഞ് ഒരു അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു തിരൂരിലുള്ള പൊതുപ്രവർത്തകരൊക്കെ കൂടി അവർക്കൊരു വീട് ഇപ്പൊ ഈ മസ്വിവാന പദ്ധതിയിലോ മറ്റുള്ളതിലോ എല്ലാം കൂടിയിട്ട് സഹായിച്ച് ചെയ്യാനും കൂടിയിട്ട് സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രവാസ ലോകം പ്രവർത്തകർ തീർച്ചയായിട്ടും ഇങ്ങനെ വരുന്ന അതിദാരുണമായ നമ്മുടെ മുന്നിലേക്ക് എറിഞ്ഞു തരുന്ന ജീവിതങ്ങളെ കണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയായി ഇതിനെ കണക്കാക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇനിയും ഒട്ടേറെ മാറേണ്ടിയിരിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും ഇങ്ങനെ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് അത്താണിയായി നിൽക്കുന്ന പ്രവാസ ലോകം അതിന്റെ ഏറ്റവും
ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒട്ടേറെ ആളുകളെ സഹായിക്കുന്നു, ഒട്ടേറെ മനുഷ്യർ പ്രവാസ ലോകത്തെ ആശ്രയിക്കുന്നു. തീർച്ചയായിട്ടും അബ്ദുള്ളയെ പോലുള്ള ആളുകൾ മനസ്സ് മാറി നഫീസയെ സഹായിക്കാനും നഫീസയെ സ്വീകരിക്കാനും നഫീസയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും വേണ്ട ശ്രമങ്ങൾ നടത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഹലോകത്തിലും പരലോകത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവരുടെ കണ്ണീര് തീർച്ചയായിട്ടും അള്ളാഹു കേൾക്കും, യാതൊരു സംശയവും വേണ്ട. അബ്ദുള്ള, ഈ സ്ത്രീയുടെ കണ്ണുനീര് അള്ളാഹു കേൾക്കും. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിന് പ്രതിഫലം ഉണ്ടാവും. അത് നിങ്ങൾക്ക് ശിക്ഷയായിട്ട് മാറും എന്നുള്ളതാണ്. അതിൽ നിന്ന് കൂടി മോചനം നേടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് മാറി ഈ കുടുംബത്തെ സഹായിക്കാൻ തയ്യാറാകണമെന്നാണ്. പ്രവാസ ലോകം പ്രവർത്തകർ അബ്ദുള്ളയെ കണ്ടെത്താനുള്ള എല്ലാ പരിശ്രമങ്ങളിലും ഏർപ്പെടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കുടുംബത്തെ തിരിച്ചയക്കും.